വനിതാ ദിനത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൂജപ്പുരയുള്ള ജീവനം എന്ന് പറഞ്ഞ യോഗ തെറാപ്പി ആൻഡ് പ്രകൃതി ചികിത്സ. അവിടെ സ്ത്രീകളുമായി വളരെ അടുത്തു നിൽക്കുന്ന, സ്ത്രീകൾക്കെല്ലാം സുപരിചിതയായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ വിശേഷങ്ങളിലേക്ക്. കൈകൾ ചിന്മുദ്രയിൽ വച്ചിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വളരെ പതുക്കെ കൈകൾ രണ്ടും നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും അഞ്ജലി മുദ്രയിലേക്ക് കൊണ്ടുപോവുക. ഇൻഹേൽ, ഓം ചാൻഡിങ്, ഇന്ന് വനിതാ ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ വസുന്ധരയാണ്. വസുന്ധര മാമിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം കോവിഡ് ടൈമിന് ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളായിരുന്നു നമ്മളിൽ പലരും. അതിൽ ഒരുപാട് പേർക്ക് സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് ഓൺലൈൻ വഴിയായിരുന്നാലും അടുത്തുണ്ട് എന്നൊരു കെയറിങ് പോലെ യോഗയിലൂടെ എല്ലാവർക്കും സ്ട്രെസ് ഫ്രീ ആക്കിയ ഒരു മാം കൂടിയാണ്. മാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ യോഗനാഥൻ ന്യൂസിലൂടെ പോകുന്നത്. നമസ്കാരം. നമസ്കാരം മാം. ഈ യോഗ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാം എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അത് ഒരു ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റിയതൊക്കെ എങ്ങനെയാണ്? അതിൽ ഞാനൊരു നാച്ചുറോപ്പതി ഡോക്ടറാണ്, പ്രകൃതി ചികിത്സാ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലുള്ള കുലശേഖരം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, അവിടുത്തെ ശ്രീ രാമകൃഷ്ണ മെഡിക്കൽ കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ 12th കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഓപ്ഷനിലേക്ക് നിന്നപ്പോഴാണ് അവിടെ ഒരു കോളേജ് ഉണ്ടെന്നും അവിടേക്ക് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുകയായിരുന്നു. അപ്പോൾ അതൊരു നാച്ചുറോപ്പതി കോളേജാണ്, പ്രകൃതി ചികിത്സയുടെ 5.5 വർഷത്തെ ഒരു മെഡിക്കൽ ഡിഗ്രി കോളേജാണത്. അപ്പോൾ അതിൽ നമുക്ക് യോഗയും കൂടെ പഠിക്കണം. യോഗ ഫിലോസഫി ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, തെറാപ്പി ഉണ്ട്. കാരണം നമ്മൾ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ജീവിത ശൈലിയാണ്. നമുക്ക് ഒത്തിരി ക്രമക്കേടുകളുണ്ടാകും ജീവിതം. നമ്മൾ വേ ഓഫ് ലിവിങ്, നമ്മളുടെ ജീവിക്കുന്ന രീതി, അത് ഒരു ചിട്ടവട്ടമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു താളം തെറ്റിയിട്ടുള്ളൊരു ജീവിത ശൈലിയെ പ്രോപ്പർ ആക്കാനുള്ള ഒരു വേ ഓഫ് ലിവിങ് ആണ് നാച്ചുറോപ്പതി. ട്രീറ്റ്മെൻറ്റ്സും അതിൻ്റേതായിട്ടുള്ള ബാക്കിയുള്ള പ്രക്രിയകളും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് യോഗ എന്ന് പറയുന്നത്. കാരണം നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമാണ് ചിട്ടയായ ഭക്ഷണ രീതിയും ചിട്ടയായ ശാസ്ത്രീയമായ വ്യായാമവും. അങ്ങനെയാണ് യോഗയിലേക്ക് ഞാൻ കടന്നു വന്നത്. പിന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ അവസരങ്ങൾ യോഗയ്ക്കാണ് എനിക്ക് കിട്ടിയത്, ജോലി എന്ന രീതിയിൽ. അപ്പം ഞാൻ ആ ഫീൽഡിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയായിരുന്നു. അപ്പം ഞാൻ പഞ്ചകർമ്മ ആശുപത്രിയിലാണ് ഞാൻ ജോലി തുടങ്ങിയത്. പഞ്ചകർമ്മ ആശുപത്രി യോഗ ഇൻസ്ട്രക്ടർ, സ്വസ്ഥവൃതം ഡിപ്പാർട്ട്മെൻറ്റിൽ, പൂജപ്പുരയിലുള്ള. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യോഗ തെറാപ്പിയിലേക്ക് പോവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ISM ഫണ്ട്, അതായത് ഈ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പിന്നെ നാച്ചുറോപ്പതി ഈ ISM ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവൻ യോഗ മെഡിക്കൽ ഓഫീസറായിട്ടാണ് നിന്നത്. പൂർണ്ണമായിട്ടും യോഗയായിരുന്നു, പ്രകൃതി ചികിത്സ വളരെ കുറവായിരുന്നു. പക്ഷേ ആയുഷിലേക്ക് പോയപ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റായി പ്രകൃതി ചികിത്സയിലെ മെഡിക്കൽ ഓഫീസർ ആകുകയും യോഗയും നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വർക്കല പ്രകൃതി ചികിത്സ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് എൻ്റെ സ്വന്തം സ്ഥാപനമായ ജീവനം 2013 തൊട്ടേ എനിക്ക് യോഗ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്, ജീവനം സ്ഥാപനത്തിൻ്റെ പേരിൽ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത സമയത്ത് ഞാനിത് കുറച്ചും കൂടെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇപ്പോൾ കിടത്തി ചികിത്സയും കൂടെ ആരംഭിച്ച്
നാച്ചുറോപ്പതിയും കൂടെ ഉൾപ്പെടുത്തി അങ്ങനെയാണ് യോഗ തെറാപ്പിയിലേക്ക് വന്നത്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരിതാണ് അവർക്ക് നടുവേദന, അതുപോലെ പ്രഗ്നൻസിക്ക് ശേഷം അവർക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും, അതുപോലെ സ്ട്രെസ്. സ്ത്രീ പറയുമ്പോഴത്തേക്കിന് വീട്ടിലെ കാര്യവും എല്ലാം ആയിട്ട് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫിൽ അവർക്ക് യോഗ എത്രമാത്രം യൂസ്ഫുൾ ആണ്, അതിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ മാമിന്? ഇപ്പോൾ യോഗ തെറാപ്പി രണ്ട് ഘടകമാണ്. അപ്പോൾ ഇപ്പോൾ സ്ട്രെസ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതൊരു അസുഖമായിട്ട്, അതായത് മാനസിക അസുഖമായി മാറിയാൽ, അതിപ്പോൾ നമുക്ക് നോർമൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോർമൽ മാനസിക ആരോഗ്യം അത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അത് സ്വാഭാവികമാണ്. ആ ദേഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, സങ്കടമാകാം, ദേഷ്യമാകാം, എന്തെങ്കിലും ഒരു വികാരം വരുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരു 2-3 അല്ലെങ്കിൽ കൂടി ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് തിരിച്ച് പഴയ നോർമൽ ലെവലിലേക്ക് വരാൻ പറ്റിയാൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതേസമയം ഇത് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അത് മാനസികത്തിന് ആരോഗ്യത്തിനെ ബാധിക്കും. അതാണ് പിന്നീട് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉത്കണ്ഠ, വിഷാദം എന്നീ തലങ്ങളിലേക്ക് അത് പോകുന്നത്. അപ്പോൾ ആ അവസരങ്ങളിൽ യോഗ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം യോഗയുടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം യോഗ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ആസനയിലോ ഒരു പ്രാണായാമയിലോ ഒതുങ്ങുന്നതല്ല. അതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് വേ ഓഫ് ലിവിങ്. നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ ഇരിക്കണം, നമ്മളെങ്ങനെ ശ്വാസം എടുക്കണം, നമ്മളെങ്ങനെ സംസാരിക്കണം, ഒരാളോട് നമ്മളെങ്ങനെ പ്രതികരിക്കണം, ഇതെല്ലാം യോഗയിൽ പറയുന്നു. അതിലേക്ക് നമ്മളെ തയ്യാറാക്കുന്നത്, നമ്മളെങ്ങനെയാകണം എന്നതിലേക്ക് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഈ പറയുന്ന ആസന, പ്രാണായാമ, പിന്നെ യമ, നിയമാസ്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 8 സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ 8 ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കുന്നതാണ് 8 സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 പടി എന്ന് പറയുന്നത് യമയും നിയമവുമാണ്. ഞാൻ എങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം, അതാണ് യമ. നിയമ എന്ന് വെച്ചാൽ ഞാൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഞാൻ എങ്ങനെ പെരുമാറണം, എൻ്റെ ചിന്തകൾ എങ്ങനെയാകണം. അപ്പോൾ ഈ 2 മോറൽ സയൻസ് മാതിരിയാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഓക്കെ ആയാൽ മാത്രമേ എനിക്ക് ഒരു ആസനം ചെയ്യാനായിട്ട് ഞാൻ ശാരീരികമായിട്ട് തയ്യാറാകുള്ളൂ. ഇപ്പോൾ മാം പറയുന്ന ഒരു കാര്യം മര്യാദയ്ക്കിരുന്ന് കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എനിക്ക് ആസനം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ആസനങ്ങളിൽ തന്നെ നിവർന്നിരിക്കണം. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് വേണം. അപ്പോൾ ആ ക്ഷമയാണ് നമ്മൾ യമനിയമയിൽ ശീലിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോഡി റെഡിയായി. പിന്നെ ഈ ബോഡീനെ കുറച്ചും കൂടെ ഒന്ന് ഫങ്ഷൻസ് റെഡിയാക്കാനാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. അപ്പം ബോഡിയും നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏകദേശം നമ്മളുടെ കൺട്രോളിൽ ചിട്ടവട്ടമായി. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ ഏകാഗ്രത, മെഡിറ്റേഷൻ, അത് ധ്യാനത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇപ്പം അതാണ് യോഗയും യോഗ തെറാപ്പിയിലെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു വ്യക്തി, അയാൾക്ക് വിഷമമാണ്, അയാൾ പറയും എനിക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ എനിക്ക് പെട്ടെന്നൊരു സിറ്റുവേഷൻ താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അത് തന്നെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അത് സ്ട്രെസ്സാണ്. എനിക്ക് എപ്പോഴും നടുവേദനയാണ്, ജോലിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ നടുവേദന ഒരു ബുദ്ധിമുട്ടാണ്, അത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ ആസന ചെയ്ത് ബോഡീനെ നമ്മൾ, അത് ഓരോ സ്റ്റെപ്സ് ഓരോ അലൈൻമെൻറ്റാണ്. അപ്പോൾ ബോഡി പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യുന്നു, പ്രാണായാമം ചെയ്ത് നമ്മൾ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകാഗ്രതമായിട്ട് ഒരു ചിട്ടയായൊരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നു. ആ സ്റ്റേജിലാവുമ്പോഴേ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകാവും. അപ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു, അയാൾക്ക് ഞാൻ നോർമൽ യോഗ ക്ലാസ്, അപ്പോൾ നോർമൽ യോഗ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇയാളുടെ ഒന്നും ചോദിക്കത്തില്ല, എനിക്ക് 6 തൊട്ട് 7 മണി വരെ ക്ലാസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നിങ്ങളും അതിൽ കൂടെ വന്നോളൂ. അപ്പം ഞാൻ അവിടെ യാതൊരു വ്യക്തിയുടെയും ഒരു ഇൻഡിവിജ്വൽ സജഷൻസ് ഞാൻ ചോദിക്കുന്നില്ല, എൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. ഇന്ന് ഞാനില്ലെങ്കിൽ വേറൊരാൾക്കും അത് ചെയ്യാം. അതേസമയം ഈ 20 പേർക്കും 20 തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഞാൻ ചെന്ന്, അത് ഇയാൾക്ക് ചിലപ്പം നടുവേദനയുണ്ട്, അയാൾ ആ കസേരയിൽ ഇരിക്കുന്ന രീതിക്കായിരിക്കും പ്രശ്നം. അപ്പോൾ അത് മനസ്സിലാക്കി അതിന് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ കേൾക്കണം. കൗൺസിലിംഗ് എന്ന് പറയും.
ചിലപ്പോൾ അയാൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്ത് കൊടുക്കണം. യോഗിക് ഡയറ്റ് വഴി അത് നമ്മൾ ചെയ്യും. നാച്ചുറോപ്പതിയിൽ ഡയറ്റിങ് വരുന്നതുകൊണ്ട് നമ്മൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് ആസനയും പ്രാണായാമയും പറഞ്ഞു. അതാണ് യോഗ തെറാപ്പി. ഇതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ യോഗ തെറാപ്പി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇതിന് നിങ്ങളുടെ ശരീരം അറിയണം, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം. ഒരു അസുഖം വന്നാൽ ആ അസുഖത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. നടുവേദന പലർക്ക് പല രീതി. എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവർക്കും നടുവേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചിലവർക്ക് ഇരിക്കുന്നത് കൊണ്ടാകാം, ചിലപ്പം വീണത് കൊണ്ടാകാം, ചിലപ്പോൾ നടത്തലിൻ്റെ കശേരുകളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിത് ആധികാരികമായിട്ട് പഠിക്കണം. അതാണ് നമ്മൾ ഈ BNYS നമ്മൾ ഈ 5.5 വർഷം നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്ന അങ്ങനെയാണ്. ആദ്യം അനാട്ടമി, ഫിസിയോളജി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അസുഖങ്ങൾ ഇതെല്ലാം പഠിച്ച് അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്തൊരു രോഗി വരുമ്പോൾ നമ്മൾ അവരെ രോഗിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നോർമൽ ക്ലാസ് ആണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആയിട്ട് പോകാം. അപ്പോൾ ഈ യോഗ തെറാപ്പിക്ക് വരുന്ന ഒരാൾക്ക് നോർമൽ യോഗ ചെയ്യാൻ പറ്റും. ഈ എല്ലാ ദിവസവും കുറേ നാളിത് ചെയ്യണ്ട. ഇപ്പം എക്സാമ്പിൾ നടുവേദന തന്നെ എടുക്കട്ടെ, അല്ലെങ്കിൽ പ്രമേഹം വരുന്ന വ്യക്തിക്ക് അയാളുടെ ഭക്ഷണക്രമം കറക്റ്റ് ചെയ്ത് ഇത്ര ആസനം ഇത്ര രീതിയിൽ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന പ്രാണായാമ ശ്വാസം എടുക്കുന്ന ഇത്ര കൗണ്ടായിരിക്കണം, ശ്വാസം വിടുന്നത് ഇത്ര കൗണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവർക്കൊരു 1 മാസമോ അല്ലെങ്കിൽ ഒരു 3 മാസത്തെ ഒരു ചിട്ട പറഞ്ഞു കൊടുക്കും. അത് 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നോർമലാകും. അത് കഴിയുമ്പോൾ നമുക്ക് നോർമൽ യോഗ ക്ലാസ്സിലേക്ക്, അതായത് എല്ലാ ആസനങ്ങളും അവർക്ക് അഭ്യസിക്കാൻ പറ്റും. പ്രാണ എന്ന് പറയുന്നത് ആയാമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് എക്സസൈസ്, റെഗുലേറ്റിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക. അപ്പോൾ പ്രാണ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ എനർജി ഇപ്പോൾ മാമും ഞാനും അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുക. അപ്പോൾ അതേ വേവ് ലെന്താണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതുണ്ട്, ഞാൻ ചിന്തിക്കുന്ന ചിന്തയിലുണ്ട്, എൻ്റെ പെരുമാറ്റത്തിലുണ്ട്, എൻ്റെ സഹവാസികളിലുണ്ട്. അപ്പോൾ ഞാനൊരു നല്ലൊരു ആൾക്കൂട്ടത്തിലാണെങ്കിൽ എൻ്റെ എനർജി അതനുസരിച്ച് പോകും. അപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ വന്നു, ഞാൻ അയാളോട് പറയാണ് നിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അത് മാറ്റണം. അയാൾ ചെയ്യില്ല. നിൻ്റെ ഭക്ഷണക്രമം തെറ്റാണ്, അത് ചേഞ്ച് ചെയ്യണം. 1000 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് ബ്രീത്തിങ്, ശ്വാസം. അപ്പം നീ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുക. അങ്ങനെ ചെയ്താണ് പ്രാണായാമം അതൊരു ശ്വസനക്രിയയായിട്ട് മാറും. ശ്വസനക്രിയ ബ്രീത്തിങ് എക്സസൈസ് ഡിഫറെൻ്റാണ്. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ ന്യൂറൽ ആക്ടിവിറ്റി, അത് നമുക്കൊരു വെളിവെന്നൊക്കെ പറയൂലേ, നമുക്കൊരു കറക്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഒരു സിനിമയൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്ന മാതിരി നമ്മളൊരു 15 മിനിറ്റ്സ് പ്രാണായാമ ഡെയിലി നമുക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം നമുക്ക് കിട്ടും. ഫോളോഡ് വിത്ത് ശവാസന, റിലാക്സേഷൻ വേറെയാണ്, ശവാസനം വേറെയാണ്. അതിലേക്ക് പിന്നെ പോകാം. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് നമ്മളെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം കിട്ടും. നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സ് കുറയും. ഇവിടെ യോഗ മാത്രമല്ല, പ്രകൃതി ചികിത്സ, നാച്ചുറൽ തെറാപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരു ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെ യൂസ് എങ്ങനെയാണ്? നാച്ചുറോപ്പതിയും യോഗ തെറാപ്പിയും അല്ലെങ്കിൽ യോഗയും രണ്ട് സിസ്റ്റം ഓഫ് ഇതാണ്. പക്ഷെ രണ്ടിൻ്റെയും ഫൗണ്ടേഷൻ, അതായത് ബേസിക് പ്രിൻസിപ്പിൾ ഒന്നാണ്. രണ്ടും വേ ഓഫ് ലിവിങ് ആണ്, ചിട്ടയായ ജീവിതശൈലി. നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ തന്നെ 2 എണ്ണം ഉണ്ട്. പ്രകൃതി ജീവനമുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്. ഞാൻ നേരത്തെ യോഗയും യോഗ തെറാപ്പിയും പറഞ്ഞ മാതിരി പ്രകൃതി ജീവനവും പ്രകൃതി ചികിത്സയുമുണ്ട്. ഇപ്പം മാമിന് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഞാൻ തരുവാണെങ്കിൽ മാമിന് വേറെ അസുഖമൊന്നുമില്ല. സോ മാമിന് ഞാൻ തരുന്ന അഡ്വൈസ് അല്ലെങ്കിൽ ഞാൻ മാമിന് സജസ്റ്റ് ചെയ്യുന്ന പ്രകൃതി ജീവനമായിരിക്കും. മാം മോർണിംഗിൽ ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലാണ് പ്രകൃതി ജീവനം പോകുന്നത്. പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗമായിട്ടാണ് മാം വന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു അസിഡിറ്റി, ഇപ്പം കോമൺ ആയിട്ടുള്ളതാണ് അസിഡിറ്റി, ഗ്യാസ് കംപ്ലൈൻ്റ് ഒക്കെ. അപ്പോൾ ഒരു അസുഖമായിട്ട് വരുമ്പോൾ നിങ്ങൾ വേറെ പല ചികിത്സകളും ചെയ്യുന്ന വ്യക്തിയാകാം. അപ്പോൾ നിങ്ങളൊരു അസുഖമായിട്ട് ഒരു സജഷനായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് പ്രകൃതി ചികിത്സയാണ്. അപ്പോൾ ഈ പ്രകൃതി ചികിത്സയിൽ നമുക്ക് ഒത്തിരി, അതായത് നമ്മൾ പഞ്ചഭൂതങ്ങൾ വച്ചിട്ടുള്ള ചികിത്സയാണ്. മണ്ണ്, വായു, ഭക്ഷണം, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജലം, പിന്നെ അഗ്നിയാണ് സ്റ്റീം ബാത്ത്, ആവിക്കുളി, സ്റ്റീം ബാത്തിലിരിക്കുക. മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് ചികിത്സ,
പിന്നെ ജലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിരിക്കുന്നത് പല ടെമ്പറേച്ചറിൽ അസുഖത്തിൻ്റെ ഇതനുസരിച്ച് പിന്നെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിരുത്തും. പിന്നെ നനച്ച് കെട്ടുന്ന തുണികൾ പാക്കുകളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ്, അതാണ് വായു. അതായത് ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല അതിൽ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നോർമലാണ്, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ്, വൈകുന്നേരമോ വൈകുന്നേരം പിന്നെ നമുക്ക് പറ്റത്തില്ലല്ലോ. നമ്മൾ ചായ കടിയിൽ നിന്ന് തുടങ്ങും, അപ്പോൾ കൂട്ടുകാർ വിളിക്കും, കഴിക്കും, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്, അപ്പം വെളിയിൽ നിന്ന് വാങ്ങിക്കഴിക്കും. ഇപ്പോൾ ഹെവി ഒരു ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നമ്മളെ ബോഡി ഡൈജസ്റ്റ് ദഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇതിലുള്ള എല്ലാം നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് ബോഡിക്കൊരു റെസ്റ്റ് കൊടുക്കണം. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ മെൻ്റൽ ഹാപ്പിനെസ്സിന് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു രീതിയാണ് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ചികിത്സയായിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ആവിക്കുളി കൊടുക്കത്തില്ല, എല്ലാവർക്കും മസാജ് ചെയ്യത്തില്ല, എല്ലാവർക്കും മണ്ണും കൊടുക്കത്തില്ല. അത് അവരുടെ അസുഖത്തിനനുസരിച്ച് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചിട്ടപ്പെടുത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് വ്യക്തമായ സമയവും കാര്യങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ ആധികാരികമായിട്ട് BNYSൽ പഠിക്കുന്നത് തന്നെ. ഇനി യോഗ തെറാപ്പി എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മരുന്നില്ല. നമ്മൾ മരുന്നില്ലാതെ ഈ പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ വൈറ്റാലിറ്റിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ഭക്ഷണം വേണം, നല്ല വ്യായാമം വേണം. അപ്പം ജിമ്മ് മോശമാണെന്നല്ല പറയുന്നത്, എല്ലാവർക്കും അത് പറ്റണം എന്നില്ല, ഉൾക്കൊള്ളണം എന്നില്ല. അതേസമയം യോഗയിലുള്ള ആസന പ്രാണായാമ കാര്യങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഇപ്പം കോമൺ യോഗ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആസന പ്രാണായാമയാണ് വരുന്നത്. ആ യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത കുറേ പ്രാക്ടീസസ് കണ്ടു. വളരെ ശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്തത്, സ്പീഡിലല്ല. അതും ഓരോ മസിൽസ് സ്ട്രെച്ച് ചെയ്താണ് പോകുന്നത്. അതാണ് ശാസ്ത്രീയമായ വ്യായാമ മുറ. അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നാച്ചുറോപ്പതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഒരു രോഗി വരുമ്പോൾ അവിടെ ഭക്ഷണം ക്രമീകരിച്ച് ഉപവാസം വേണ്ടവർക്ക് ഉപവാസം, അല്ല റോ ഡയറ്റ് ആണെങ്കിൽ റോ ഡയറ്റ്, അതല്ല ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം തോരൻ വയ്ക്കുന്നു, ഇങ്ങനെ തോരൻ ഉണ്ടാക്കുക. ചോറ് വയ്ക്കുന്നു, നിങ്ങൾ ചോറ് ഇങ്ങനെ വയ്ക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്നു, ചപ്പാത്തി ഈ രീതിയിൽ ഉണ്ടാക്കുക. നമ്മൾ കുറുമ വയ്ക്കും, അത് വെജിറ്റബിൾ കുറുമ. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പാചക ക്ലാസ്സുകൾ നടത്തി നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. കാരണം നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വ്യക്തി പഠിച്ച് അത് മനസ്സിലാക്കി പോകണം. അങ്ങനെയാണ് യോഗയും കൂടെ ഇതിലോട്ട് വന്നത്. കണ്ണടച്ചിരിക്കുക, കൈകൾ ചിന്മുദ്രയിൽ വച്ചിരിക്കണം. വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. ഇനി വളരെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക. കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തി കൈകൾ അഞ്ജലി മുദ്രയിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരിക്കൽ കൂടി കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തുക. ഇൻഹേൽ, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ കോവിഡ് ടൈമിനായിരുന്നാലും വീടിനുള്ളിൽ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം യോഗ ഒരു യൂസ്ഫുള്ളാണ് അവരുടെ ലൈഫിൽ. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ യോഗയും ഒരു സിലബസിലൊരു ഭാഗമാക്കണം എന്നൊരു ഇത് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മോദി സർക്കാർ പറയുന്നുണ്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് അവർക്ക് സ്ട്രെസ് ഫ്രീ കൊടുക്കണം എന്നുള്ളത്. അത് എത്രത്തോളം നമ്മുടെ ഇതിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കൂടുതലും, കാരണം അതിന് മുമ്പ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ വീട്ടിൻ്റെ അകത്തും കുഞ്ഞുങ്ങളല്ലേ, അവർ പെട്ടെന്ന് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യും. അവർക്ക് വളരെ സെക്യൂർഡായി അവർ വീട്ടിൻ്റെ അകത്ത് നിന്ന് അവർക്ക് ആവശ്യത്തിന് സാധനം കിട്ടും. ഒരു വിരൽ തുമ്പിൽ തന്നെ എല്ലാ സംഭവവും വീട്ടിൻ്റെ അകത്ത് വരും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അവർ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം. സോ നമ്മൾ ഈ ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നോക്കുമ്പം തന്നെ നമ്മളെ
ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അപ്പോൾ അവരുടെ ബ്രെയിൻ ആ സ്ക്രീൻ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ ഈ ഒരു അരമണിക്കൂർ യൂസ് ചെയ്യേണ്ട ഒരു സ്ക്രീൻ ടൈമിന് ബദലായിട്ട് അവരൊരു കുറേ സമയം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചിന്തകൾ മാറും. നമ്മളുടെ കാട്ടി ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോഴത്തെ ജനറേഷൻ. എല്ലാം ഒരു എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള ജനറേഷനും ഇവരും തമ്മിൽ. അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഇപ്പം നമുക്കിവിടെ തന്നെ യോഗ ക്ലാസ്സുകളുണ്ട് കുട്ടികളുടെ. അപ്പോൾ ഇവർ കുട്ടികളെ കൊണ്ടുവരുന്നത് ഭൂരിഭാഗം പേരും ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാണ്. അത് പോസ്റ്റ് കോവിഡിൻ്റെ ഭാഗമായി. പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും ഇരിക്കത്തില്ല, ഒരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അത് പണ്ട് വളരെ കുറച്ച് കുട്ടികളിൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗം പേരും ഹൈപ്പർ ആക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറൽ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പോൾ ഇവരെ ഒന്ന് അടക്കി പിടിച്ചിരുത്തി അവരെ ആ ഒരു അവയർനെസ്, ഇപ്പം നമ്മൾ കൈ ഉയർത്താൻ പറയുമ്പോൾ ചുമ്മാ ഉയർത്താനല്ല പറയുന്നത്, കോൺഷ്യസ് ആയിട്ട് ഉയർത്താനാണ്. വിരൽ അനക്കുമ്പോൾ അവൻ്റെ അവയർനെസ് ഉണ്ടാകണം, ബോധം ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഗ്രാജുവലായിട്ട് നമുക്കിതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എപ്പോഴും എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസമോ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല, ഡെയിലി ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സ്കൂളുകളിൽ ഇത് ഉൾപ്പെടുത്തേണ്ട ആവശ്യം വളരെ ആവശ്യമാണ്. ഇപ്പം മാം പറഞ്ഞ മാതിരി സെൻട്രൽ ലെവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ നമ്മളെ കേരളത്തിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്കൂളുകളാണ് ഇത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് ഇംപ്ലിമെൻറ്റേഷൻ ചില സ്കൂളുകളിലെല്ലാം ഒരു പീരീഡ് തന്നെ ഉണ്ട്, ചില സ്കൂളുകളിൽ അസംബ്ലിയിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ അവരുടെയും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ പിന്നീട് അവർ അടുത്ത ലെവൽ, അതായത് ഞാനൊക്കെ ഇപ്പം അതായത് +2 കഴിഞ്ഞിട്ടാണ് ഞാൻ യോഗയെക്കുറിച്ച് അറിയുന്നതൊക്കെ. അപ്പോൾ അവർ കുഞ്ഞിലേ ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരായിട്ട് വളരുമ്പോൾ നല്ലൊരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളിലേക്ക് ഇത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ പിന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ആ ഒരു വൈറസിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് ശാരീരികമായിട്ട്. അത് ഇമ്മ്യൂണിറ്റി ലെവൽ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും. ഈ യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിലീജിയസ് മാത്രമുള്ളതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ? അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം യോഗയുടെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു യോഗ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു പ്രാക്ടീസ് മാത്രമാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ആസന പ്രാണായാമം മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്, അത് യോഗയല്ല, അതൊരു യോഗ പ്രാക്ടീസാണ്. യോഗ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമ്മൾ ആ ഒരു ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മളതെങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിന് ഏറ്റവും ആധികാരികമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി, അദ്ദേഹത്തെയാണ് നമ്മളിതിൻ്റെ ഗുരുവായിട്ട് കാണുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ എന്ന് പറയുന്ന 196 സൂത്രങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് വായിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. ഈവൻ അതിൽ പോലും നമ്മളൊരു ഒരു ദൈവത്തെ പറഞ്ഞിട്ടില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒമ്നി പ്രസൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലായിടത്തും ഉള്ളവൻ ഈശ്വരൻ, ഈശ്വര. ഓക്കെ, അപ്പം എല്ലായിടത്തും ഉള്ളവൻ ഈശ്വരൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതൊരു ശബ്ദമാണ്. ഞാനിപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ കണ്ണടച്ച് ആ വിഷമം ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെയാണ് എന്നെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു റിലീജിയസ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഭാരതത്തിലെ ഒരു ഭാരത സംസ്കാരമാണ്. അപ്പോൾ ഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഹൈന്ദവ ടച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരതിനെ ഒരു റിലീജിയസ് ആക്കിയത്. ശരിക്കും ഇപ്പോൾ കാണുന്ന യോഗ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബുദ്ധനാണ് മെഡിറ്റേഷൻ്റെ ഒരു ചിട്ടപ്പെടുത്തിയെടുത്തത്. ആസനങ്ങളെല്ലാം തന്ത്രങ്ങളിൽ നിന്ന് എടുത്തു, പ്രാണായാമങ്ങൾ ഉപനിഷത്തിൽ നിന്ന് എടുത്തു. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് ഇപ്പോൾ കോമൺ പീപ്പിളിന്, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് LKG പഠിക്കുന്ന കുട്ടിക്ക് നമ്മളൊരു ബുക്ക് കൊടുക്കത്തില്ല, ആൽഫബറ്റിൻ്റെ ബുക്ക്, അതുമാതിരിയാണ് നമ്മളിപ്പോൾ കാണുന്ന യോഗ. പക്ഷെ അതല്ല ശരിക്കുമുള്ള യോഗ, സംതിങ് ഡിഫറെൻറ്റ്. അത് ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് ഒരു പ്രശ്നമായിട്ട് വന്ന് ഇറ്റ്സ് എ പ്യുവർ കൗൺസിലിംഗ്. ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് ഒരു പ്യുവർ കൗൺസിലിംഗ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ഇന്ന ചിന്തകളിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എങ്ങനെ അത് മറികടക്കാം. സിമ്പിൾ എക്സാമ്പിളാണ്.
ഒരു വ്യക്തി വന്നു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്കൊരു സാധനത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, എനിക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യും. ഇതുകൊണ്ടാണ് ഇവർക്ക് ഈ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വന്നത്. ഒബേസ് ആയതും തൈറോയ്ഡ് ആയതൊക്കെ അതൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ്. അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മനസ്സിലുള്ള ഈ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇതെങ്ങനെ മറികടക്കാം? പതഞ്ജലി മഹർഷി വെറും 4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, സുഖ, ദുഃഖ, പുണ്യ, അപുണ്യ, ചിത്തവിക്ഷേപാസ്. അതായത് മൈത്രി, നീ ആരോടും ഫ്രണ്ട്ലി ആകണം. നിനക്ക് ഫ്രണ്ട്സ് ആയാലും നിനക്ക് ഉപകാരപ്പെട്ട എല്ലാത്തിനോടും നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിരിക്കാം. അവരെല്ലാം സ്വീകരിക്കുക. ആരോട് കരുണ കാണിക്കണം, എമ്പതി കാണിക്കണം, ആരെ സഹായിക്കണം. ആരാണോ ദുഃഖം അനുഭവിക്കുന്നത്, നിന്നെക്കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവനെ സഹായിക്കുക. ആരെ നീ പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കാം, നമ്മളെല്ലാവരും മനുഷ്യർ, നമുക്ക് ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഉണ്ടാകാം. ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കാം, അവൻ നല്ലത് ചെയ്താലും നമ്മൾ നല്ലത് പറയണം. അല്ലാതെ ഇഷ്ടമില്ലാത്തപ്പോൾ മാം നല്ലൊരു കാര്യം ചെയ്തു, എനിക്ക് മാമിന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ മാമിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അയാൾ ചെയ്ത് നല്ലതാണ്, ഈ പ്രോഗ്രാം നന്നായിട്ട് ആങ്കർ ചെയ്തു എന്ന് പറയാനുള്ള മനസ്സിലേക്ക് വരാം. ആരെ ഉപേക്ഷിക്കണം? ഏതൊരു വ്യക്തിയുടെ ഏത് സ്വഭാവമാണോ നല്ലതല്ലാത്തത് അത് നീ ഉപേക്ഷിക്കണം. അപുണ്യ. കാരണം അതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഒരാൾ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അയാളടുത്ത് ആ ഒരു കാര്യവുമായിട്ട് ചെല്ലാൻ പാടില്ല. ഇപ്പം ഞാൻ യോഗ ക്ലാസ് എടുക്കാൻ പോയി ഒരു സ്ഥലത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരത് മോശമായിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവർക്ക് യോഗ ക്ലാസ് എടുക്കാൻ പോകത്തില്ല. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് മോശമോ അവർക്കത് മോശമായി കൊണ്ട് പിന്നീട് ഞാൻ പോയാലും അവരെന്നെ കാണുന്നത് ആ പഴയ ഇംപ്രഷനിലായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും മതമുണ്ടോ? ഇല്ല. ഇതെല്ലാം ഒരു കൗൺസിലിംഗ് ആണ്. എങ്ങനെ ചിന്തിക്കണം, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഖുറാനിലും ബൈബിളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാൻ ഈ പറഞ്ഞ 4ലും അതുണ്ട്. നിൻ്റെ കണ്ണിലെ കരടെടുത്തിട്ടേ നീ മറ്റുള്ളവരുടെ കണ്ണിലെ, ഖുറാനിലെ വാചകങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു അതിലും ഉള്ളത്. അപ്പം നിൻ്റെ കണ്ണിലെ തടി കഷ്ണം മാറ്റിയിട്ടേ നീ മറ്റുള്ളവരുടെ കണ്ണിലെ കടുകുമണി എടുക്കാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അതിലും ജസ്റ്റ് ഒരു കൗൺസിലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മതമായിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ മേ ബി ഒരു ഓംകാര ചാൻഡിങ് ആകുന്നതുകൊണ്ടാകാം, പക്ഷെ അതൊരു യൂണിവേഴ്സൽ സൗണ്ടാണ്. അത് നമ്മളെ 3 ശബ്ദങ്ങൾ, അതായത് പ്രപഞ്ചത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഈ 3 ശബ്ദങ്ങളുടെ കോമ്പിനേഷനാണത്. അകാര, ഉകാര, മകാര. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ആൾ കേൾക്കുന്ന ശബ്ദമാണ് ഓംകാര. ഞാൻ ചാൻഡ് ചെയ്യുമ്പോൾ ഓമെന്നല്ല ചാൻഡ് ചെയ്യുന്നത്, ഞാൻ ആ ഉമ്മാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നവർക്ക് അത് ഓമായിട്ട് തോന്നും. മനസ്സിലായില്ലേ? മേ ബി ആ ശബ്ദം ഉണ്ടായത് കൊണ്ടാകാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയും, ഇതാണ് ശബ്ദം, ഇതാണ് മീനിങ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും അതിന് ഇതുവരെ ഈ നിമിഷം വരെ ആരും ഒരു നോ പറഞ്ഞിട്ടില്ല, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വനിതാ ദിനത്തില് വനിതകളോടുകൂടി ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാമിന് എന്താണ് വനിതകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? വനിതകൾ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ നെടുത്തൂണാണ്. ഇപ്പം പുറമെ എന്ത് പറഞ്ഞാലും ഒരു വീടിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന വനിതകളാണ്. അത് തന്നെയാണ് സൊസൈറ്റിയിലും, നമ്മളെവിടെ ചെന്നാലും അങ്ങനെ തന്നെ. അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് നല്ല ഒരു ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി, അതായത് ഇപ്പോൾ ഞാൻ സർക്കാരിൽ ജോലി ചെയ്യുമ്പോഴും പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോഴും കൂടുതലും, ഇപ്പം ഞാനൊരു വനിതാ ഡോക്ടർ ആയതുകൊണ്ടാകാം കൂടുതൽ വനിതകളും വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ ആദ്യം എപ്പോഴും പറയുന്നത് അവരെ ബുദ്ധിമുട്ടുകൾ പറയില്ല. എൻ്റെ ഹസ്ബൻഡ് ആ പ്രശ്നമാണ്, മക്കൾക്ക് ആ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരാദ്യം ആലോചിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യം. നമ്മൾ നന്നായിട്ട് നിന്നാലേ നമ്മൾക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളുടെ വീട്ടിലെ അമ്മമാരെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അവരെപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ അവർ കൊളാപ്സ് ആകുമ്പോൾ ആ വീട് മൊത്തം അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഫൗണ്ടേഷനാണ് അവർ. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, അവർ പറയുന്ന സമയമില്ല, ചോറ് വെച്ച് കൊടുക്കണം, അത് ചെയ്യണം, മറ്റേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വീടും ആ ഒരു നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ കുടുംബം ഉണ്ടാകുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാം ഒന്നും ചെയ്യണം എന്നില്ല. ഇപ്പം കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സൂര്യ നമസ്കാരം. സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ചും പല സ്റ്റേജുകളിലായിട്ട് ഈ അവരുടെ മെൻസ്ട്രൽ റിലേറ്റഡ് കംപ്ലയിൻസ്, അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് കംപ്ലയിൻസ്. ഒന്നെങ്കിൽ പ്രായം ആകുമ്പോഴാകാം, ഇല്ലെങ്കിൽ ഗർഭിണി ആകുമ്പോഴായിരിക്കും,
ചിലപ്പോൾ മെനോപോസ് ആകും. അത് തന്നെയാണ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ സമയം എടുക്കുന്ന ഒരു യോഗ പ്രാക്ടീസാണ്, ആസന പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം. അതിൽ ഏകദേശം 8 ആസനങ്ങൾ വരും. നമ്മളൊരു സമയത്ത് നിൽക്കുന്നില്ല, നമ്മൾ ഓരോ സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഒരു 12 സർക്കിളിൽ 12 ആസനാസ്, അതിൽ ആദ്യത്തെ 8 പിന്നെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ബോഡിക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ അതൊരു ഹാബിറ്റായിട്ട് മാറ്റുക. സോ നമ്മളുടെ ബോഡി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, നമ്മളുടെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് സൂര്യ നമസ്കാരം. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളത് ചെയ്യണം. പിന്നെ രണ്ടാമത്തതാണ് ഭക്ഷണക്രമം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കണം, നമ്മൾ കഴിച്ചിട്ട് വേണം നമ്മൾ അടുത്തുള്ളവർക്ക് കൊടുക്കാനായിട്ട്. കാരണം അവർ കഴിച്ചിട്ട് അങ്ങ് പോവും, അപ്പോഴത്തേക്ക് സമയമാകും, നമ്മൾ കഴിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരും. പ്രമേഹം ഇപ്പോൾ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രമേഹം, ഹൃദയരോഗങ്ങൾ, ഒബേസിറ്റി ഇതെല്ലാം നമുക്ക് വരും. അപ്പം നമ്മൾ ആദ്യം സെൽഫ് കെയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ സ്ത്രീകളും മറന്നു പോകുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ. എൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, എൻ്റെ കുടുംബത്തിന് കൊടുക്കും ഇന്നല്ല കൊടുക്കും. പക്ഷേ ഞാൻ ആരോഗ്യമായിട്ട് നിന്നാലേ എനിക്ക് അവരെ നോക്കാൻ പറ്റും. സോ സെൽഫ് കെയർ ഇസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ പഠിപ്പിക്കുന്നതും സെൽഫ് കെയർ ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് മാഡം നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുള്ളത്. കാരണം യോഗയെ പറ്റിയും നാച്ചുറൽ തെറാപ്പിയെ പറ്റിയും ഒന്നും നമുക്ക് മിക്കവർക്കും അറിയില്ല. അപ്പോൾ അതിനെല്ലാം പറ്റി കുറച്ച് സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞായിരുന്നു. വളരെ നന്ദി മാം, താങ്ക് യു.